ഹായ് ഹലോ നമസ്കാരം. വെജിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ സോഷ്യലിൻ്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തിരുന്നു അല്ലേ, പക്ഷേ സയൻസിൻ്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സയൻസിൻ്റെ മോക്ക് ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് 30 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള 30 ചോദ്യങ്ങളാണ്. നമ്മൾ സിലബസ് അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മുൻകാലങ്ങളിലുള്ള PSC ചോദിച്ചിട്ടുള്ള സയൻസിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദിച്ചിട്ടുള്ള ആവർത്തിത ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ ഉത്തരം എഴുതുക. 30 ചോദ്യങ്ങളാണ്, 1 മുതൽ 30 വരെ നമ്പർ ഇട്ട് വെച്ചോളൂ. ഓപ്ഷൻ ABCD ഏതാണെന്നുള്ളത് എഴുതുക. നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യുക, ഉത്തരം പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ടും പറ്റും, മാർക്ക് നോക്കാനായിട്ടും പറ്റും. അവസാനം മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഉറപ്പല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും UP പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇപ്പോൾ തന്നെ അറിയിക്കുകയാണ്. എന്തായാലും ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ എക്സാം ആണല്ലോ. ഓക്കെ, അപ്പോൾ കൂളായിട്ട് പോയി എഴുതുക. നമ്മൾ എന്തായാലും സയൻസിൻ്റെ മോഡൽ എക്സാം നമുക്ക് ചെയ്ത് നോക്കാം. സിമ്പിളായിരിക്കും, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ട. ഓക്കെ, നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രസ്താവന വായിച്ച് വ്യക്തിയെ തിരിച്ചറിയുക. ഈ പ്രസ്താവന എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കരുത് കേട്ടോ. കാരണം പലരും അങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രസ്താവന ഇത്രയും വായിക്കേണ്ടതുകൊണ്ട് നിങ്ങൾ സമാധാനത്തിൽ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു തവണ നിങ്ങളൊന്ന് സമാധാനത്തിൽ വായിച്ച് നോക്കാതെ കിട്ടും. നോക്കുക, നമ്മുടെ ചോദ്യം ഇതാണ്. പ്രസ്താവന വായിച്ച് വ്യക്തിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇനി പ്രസ്താവനകൾ എന്തൊക്കെയാണ്? 1, 2. ഓക്കെ, പ്രസ്താവനകൾ നമുക്കുണ്ട്. 1, 1831 കോശകേന്ദ്രം കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്ക്. കോശത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. 2 പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1831 കോശകേന്ദ്രം കണ്ടെത്തി, കോശത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻ ഉണ്ട്. A ഓപ്ഷൻ റോബർട്ട് ഹുക്ക്, B തിയോഡർ ഷ്വാൻ, C റോബർട്ട് ബ്രൗണ്, D MJ സ്ലീഡൻ. ഓക്കെ, എന്തായാലും നിങ്ങൾ ആദ്യം എഴുതിക്കോളൂ, ആരാണ് എന്നുള്ളത് നിങ്ങൾ എഴുതിക്കോളൂ. എഴുതിയാലോ? ഓക്കെ, നിങ്ങൾ എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. എഴുതാത്തവർ ജസ്റ്റ് പോസ് ചെയ്തോളൂ. നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. 1831 കോശകേന്ദ്രം കണ്ടെത്തി എന്ന് പറയുന്നുണ്ട് അല്ലേ. 1831 കോശകേന്ദ്രം കണ്ടെത്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, റോബർട്ട് ഹുക്ക് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടെങ്കിൽ പക്ക തെറ്റാണ്. കാരണം കോശം കണ്ടെത്തിയതാണ് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. എന്നാൽ ന്യൂക്ലിയസ്, കോശകേന്ദ്രം എന്ന് പറയുന്ന സമയത്ത് അത് നമുക്ക് ആരിലേക്ക് പോകണം? റോബർട്ട് ബ്രൗണിലേക്ക് പോകണം. ഓപ്ഷൻ C ആണ് നമ്മുടെ ഇവിടുത്തെ ശരി ഉത്തരം. കോശത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ 1831 എന്താണ്, കോശകേന്ദ്രം ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? അത് റോബർട്ട് ബ്രൗൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ C ആണ് ഒന്നാമത്തെ ഉത്തരം. അടുത്തത് 2 നോക്കൂ. ചോദ്യം വായിച്ച് നാഡീകല, പേശീകല എന്നിവയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നമ്മുടെ കോശം എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കകത്ത് എന്താണ്, ആദ്യം തന്നെ പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ നോക്കി. രണ്ടാമത്തെ നോക്കൂ, നാഡീകല, പേശികല, കലകൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ചോദ്യം വായിച്ച് നാഡീകല, പേശികല എന്നിവയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന ഇവിടെ എഴുതിയിട്ടുണ്ട്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. അടുത്തത് 3 എന്താണ്? സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. 4 ശരീരചലനം സാധ്യമാക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ 4 പ്രസ്താവനകളുണ്ട്. ഇതിലെ ഏതൊക്കെയാണ് എന്തെന്ന് പറയുന്നുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ പ്രസ്താവനകൾ നാഡീകലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ഏതൊക്കെ പ്രസ്താവനകൾ പേശീകലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളെന്താണ് ആദ്യം ഈ 4 പ്രസ്താവനകൾ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ നാഡീകലയാണോ പേശീകലയാണോ രണ്ടാമത്തെ ഏതാണെന്നുള്ളതൊന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തോളൂ. പോസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഓപ്ഷൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഓപ്ഷൻ കിടക്കുന്നത്. 1, 2, 3 നാഡീകലയാണ്, നാലാമത്തത് പേശീകലയാണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും നാഡീകലയുമായി ബന്ധപ്പെട്ടും 2ഉം 4ഉം പേശീകലയാണ്. 2ഉം 3ഉം നാഡീകലയാണ്, 1ഉം 4 പേശീകലയാണ്. 1, 2 നാഡീകലയും 3ഉം 4 പേശീകലയും എന്ന് പറയുന്നുണ്ട്. നോക്കുക, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക. ഓക്കെ, എഴുതിയല്ലോ അല്ലേ? നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇതിൻ്റെ ഉത്തരം നോക്കുക. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അത് നാഡീകലയാണോ പേശീകലയാണോ? ഏതാണത്? അത് നാഡീകലയല്ലേ അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത് നാഡീകലയാണ്. ഓക്കെ, നാഡീകല. അടുത്തത് രണ്ടാമത്തെ പ്രസ്താവന നോക്കിക്കോളൂ. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. പ്രതികരിക്കാൻ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടില്ലേ, ഈ ഒരു വാക്ക് തന്നെ പ്രതികരിക്കാൻ സഹായിക്കുന്നു എന്ന് ഒറ്റ വാക്ക് വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. എന്താണ്? അതും നാഡീകലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നാഡീകല. ഓക്കെ, അപ്പോൾ 1, 2 എന്നിവ നാഡിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത 3 നോക്കൂ. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. സങ്കോചിക്കാനും ഇതിലേക്ക് ആക്കാനും അല്ലേ, അതേതാണ്? നോക്കൂ, സങ്കോചിക്കാനും നാഡീകലയാണോ പേശീകലയാണോ?
അറിയാലോ, നമ്മൾ പേശികളല്ലേ നമ്മളെ സങ്കോചിക്കാനും പൂർവ്വസ്ഥിതിയൊക്കെ ആക്കാനല്ലേ. അപ്പം അങ്ങനെ ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള കഴിവുകൾ അടങ്ങിയ കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഏതാണ്? അത് പേശികലയാണ്. ഓക്കെ, പേശികല. ഓക്കെ, അപ്പോൾ അത് കിട്ടി, പേശിയാണെന്ന് കിട്ടി. ഞാൻ അടുത്ത് നോക്കൂ, നാലാമത്തെ ശരീര ചലനം സാധ്യമാക്കുന്നു. ചലനം, ഈ ഒരു വാക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഏതാണ്? നാഡിയാണോ പേശിയാണോ? പേശി. ഓക്കെ, പേശിയാണ്, പേശികലയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ ഏതാണ്? നാഡീകലയാണ്. രണ്ടാമത്തെ നാഡീകലയാണ്. മൂന്നാമത്തെ പേശികലയാണ്. നാലാമത്തെ പേശികലയാണ്. നോക്കൂ, 1ഉം 2ഉം നാഡീകല എന്ന് പറയുന്നതുണ്ട്. 1ഉം 2ഉം നാഡീകല, 3ഉം 4ഉം പേശികല എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയുത്തരം. അപ്പോൾ കലകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. അടുത്ത നോക്കൂ, എപ്പികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃഷി. നമ്മളോട് കൃഷിയൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. കൃഷി, ബയോളജിയുടെ കൃഷി എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. എപ്പികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എപ്പികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. തേനീച്ച, മുയൽ, മണ്ണിര, മത്സ്യം. തേനീച്ച, മുയൽ, മണ്ണിര, മത്സ്യം. എന്തുമായിട്ടാണ് എപ്പികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എപ്പികൾച്ചർ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഏതാണ്? നിങ്ങൾ എഴുതിയല്ലോ അല്ലേ? ഓക്കെ, എപ്പികൾച്ചർ ഏതാണ്? തേനീച്ച. ഓപ്ഷൻ എ, തേനീച്ച വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടാണ് എപ്പികൾച്ചർ കിടക്കുന്നത്. അപ്പോൾ ഈ മുയലാണെങ്കിലും, മുയൽ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടല്ലേ, ഈ കൂണിക്കൾച്ചർ അല്ലേ? കൂണിക്കൾച്ചറാണ് എന്ത്? മുയൽ കൃഷി അല്ലേ? മുയൽ വളർത്തൽ കൂണിക്കൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി മണ്ണിരയാണെന്നുണ്ടെങ്കിൽ വെർമി. ഓക്കെ, വെർമിയാണ് മണ്ണിര. ഓക്കെ, വെർമി കൾച്ചറാണ് മണ്ണിര എന്ന് പറയുന്നത്. ഇനി മത്സ്യമാണെന്നുണ്ടെങ്കിൽ ഏതാണ്? മത്സ്യം പിസികൾച്ചർ അല്ലേ? പിസികൾച്ചറാണ്. ഓക്കെ, അപ്പോൾ പിസികൾച്ചറാണ് മണ്ണിര. കുത്തൊന്നുമില്ല കേട്ടോ, ഇനി അതൊന്ന് പറയണ്ട. ഓക്കെ, പിസികൾച്ചർ. അപ്പോൾ ഇത് ക്രിയേറ്റീവ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഉത്തരം. ഇനി നാലാമത്തെ നോക്കൂ, പ്രസ്താവനകൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 1707 സ്വീഡനിൽ ജനനം. 1707 സ്വീഡനിൽ ജനനം. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചു. രണ്ടാമത്തെ പ്രസ്താവന. 3, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ 3 പ്രസ്താവനകൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് 1707 സ്വീഡനിൽ ജനനം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, പ്രസ്താവനകളാണ്. രണ്ടാമത്തത് ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചു. 3, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് അല്ലെ? വർഗീകരണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്, ആ ഭാഗത്തു നിന്നുള്ളതാണ്. 4 ഓപ്ഷൻ ഉണ്ട്. 1 അരിസ്റ്റോട്ടിൽ, 2 കാൾ ലിനിയേഴ്സ്, 3 ജോൺ റേ, 4 തിയോഫ്രാസ്റ്റസ്. ഓക്കെ, അപ്പോൾ ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 3 പ്രസ്താവനകൾ നിങ്ങൾക്ക് അവിടെ തന്നിട്ടില്ലേ? ആ 3 പ്രസ്താവനകൾ നോക്കിയിട്ട് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. നിങ്ങൾക്ക് ആ ഒരു ഭാഗം തന്നെ ജീവികൾക്ക് എന്നാൽ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, കാൾ ലിനിയേഴ്സ് ആണ്. എന്താണ് ഓപ്ഷൻ ബി? നാലാമത്തെ ഉത്തരം എന്ന് പറയുന്നത് കാൾ ലിനിയേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, റെഡിയല്ലേ? കാണുന്നുണ്ടല്ലോ അല്ലേ? അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജനിതകശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ജനിതകശാസ്ത്രം നമുക്ക് പഠിക്കാണ്ടല്ലോ, അതിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ഏതാണ്? ബേബി ഹർഷ, ബേബി ദുർഗ, കമലരത്നം, ലൂയി ബ്രൗൺ. ഏതാണ് എന്നുള്ളത് എഴുതുക. ഓക്കെ, സമയം വേണ്ട, ഒരു പോസ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് എഴുതിക്കോളൂ. നമ്മൾ എന്തായാലും ഉത്തരം പറയാനായിട്ട് പോവുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ഏതാണ് എന്നുള്ളതായിരുന്നല്ലേ ക്വസ്റ്റ്യൻ. ഏതാണ്? ബേബി ദുർഗ. ഓപ്ഷൻ ബി ആണ്. ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ബേബി ദുർഗ. ബാക്കിയുള്ള പേരുകൾ അവിടെ വെറുതെ കൊടുത്തൊന്നുമല്ല, അതും കൂടെ എന്തായാലും ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു പോകാം. ബേബി ഹർഷയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ, ഏതാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ബേബി ഹർഷ. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ബേബി ദുർഗ, രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ബേബി ഹർഷ. എന്നാൽ ഇവിടെ നോക്കൂ, കമലരത്നം ഏതാണ്? കമലരത്നം നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ എവിടത്തെയാണ്? ഓക്കെ, സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ്? ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് കമലരത്നം. സൗത്ത് ഇന്ത്യയിലെയാണ്. അപ്പോൾ നിങ്ങളിവിടെ പഠിക്കുക, ബേബി ഹർഷ ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു, ബേബി ദുർഗ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു, കമലരത്നം സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു. ഇനി ലൂയി ബ്രൗൺ നമുക്കറിയാം ഏതാണ്? വേൾഡിലെ ആദ്യത്തെ വേൾഡിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ലൂയി ബ്രൗൺ. ഓക്കെ, ഈ 4 നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ 5ാമത്തെ ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറയുന്നത് ബേബി ദുർഗയാണ്. ഓക്കെ, അടുത്തത് പ്രകാശ സംശ്ലേഷണം കണ്ടെത്തിയത് ആരാണ്? പ്രകാശ സംശ്ലേഷണം നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു പേര് തന്നെ ബയോളജി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, പ്രകാശ സംശ്ലേഷണം എഴുതിയിട്ടുണ്ട് അല്ലേ? പ്രകാശ സംശ്ലേഷണം കണ്ടെത്തിയത് ആരാണ്? ജോസഫ് പ്രിസ്ലി ആണോ, അല്ലെങ്കിൽ വാൻ നീൽ ആണോ, അല്ലെങ്കിൽ ജാൻ ഇൻഗേൻ ഹൂക്സ് ആണോ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ മെൽവിൻ, കാൽവിൻ ആണ്. ഇതൊക്കെ സിമ്പിൾ അല്ലേ, നിങ്ങളത് പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നതാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ജാൻ ഇൻഗൻഹൂസ് ആണ് ഏത് പ്രകാശ സംശ്ലേഷണം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ ഏതെല്ലാം? ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ ഏതെല്ലാം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കുക, അമിലേസ്, രണ്ടാമത്തെ ട്രിപ്സിൻ, 3 പെപ്സിൻ, 4 റെനിൻ എന്ന് പറയുന്ന 4 എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എഴുതിക്കോളൂ. 1 2 2 4 1 4 3 4. ഓക്കെ, അപ്പോൾ പോസ് ചെയ്തോളൂ. നിങ്ങൾ പോസ് ചെയ്തിട്ട് ആ ഒരു 4 എണ്ണം നോക്കുക. അതിനകത്ത് ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, എഴുതിയോ? എന്തായാലും നമുക്ക് നോക്കാം. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികളല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാണ് പെപ്സിൻ. ഓക്കെ, ഈ 3 വരും കേട്ടോ. 3 പെപ്സിൻ വരും. പിന്നെ ട്രിപ്സിൻ, അമിലേസ് വരില്ല, റെനിൻ. ഓക്കെ, 4 വരും. ഓക്കെ, 3 4 ആണ് നമുക്ക് എന്താണ് ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ. 3 4 എന്ന് പറയുന്നത് 3 4 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പോൾ ഈ അമിലേസും ട്രിപ്സിനും എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ രസത്തിൽ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അമിലേസും ഏതാണ്? ആഗ്നേയ രസത്തിൽ അടങ്ങിയിട്ടുള്ളതാണ് അമിലേസ്, ട്രിപ്സിൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മളോട് ആമാശയ രസത്തിൽ അടങ്ങിയ രാസാഗ്നികളാണ് പെപ്സിനും റെനിനും. ഓക്കെ, അപ്പോൾ 3 4 ആണ് ശരി. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് 3 4. ഇനി വൃക്കയെക്കുറിച്ചുള്ള പഠനം. ഓക്കെ, വൃക്കയെക്കുറിച്ചുള്ള പഠനം ഏതാണ്? നെഫ്രോളജി, കാർഡിയോളജി, ഒഫ്താൽമോളജി ഏതാണ്? ഇത് സിമ്പിൾ അല്ലേ, എഴുതിയല്ലോ അല്ലേ. ഏതാണ് വൃക്കയെക്കുറിച്ചുള്ള പഠനം? ആരെങ്കിലും നെഫ്രോളജി എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടെങ്കിൽ അടി കിട്ടും. ഓക്കെ, നെഫ്രോളജി അല്ല, നെഫ്രോളജി. ഓപ്ഷൻ ബി ആണ്. നെഫ്രോളജി എന്താണ്? നെഫ്രോളജി മേഘങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമാണ് കേട്ടോ. നെഫ്രോളജി മേഘങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമാണ്. നമുക്കറിയാം കാർഡിയോളജി ഹൃദയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ഒഫ്താൽമോളജി എന്താണ് കണ്ണുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ഓർണിത്തോളജി പക്ഷികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജിയാണ്. അടുത്തത് മനുഷ്യനിലെ ശരാശരി ഗർഭകാലാവധി. ഓക്കെ, അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് വന്നിട്ട് 278 280 ദിവസമാണ്. 200 270 ദിവസം, 278 275 ദിവസം, 288 300 ദിവസം. പ്രത്യുൽപാദന വ്യവസ്ഥ എന്നുള്ള ഭാഗത്തൊക്കെ ഇതൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, മനുഷ്യനിലെ ശരാശരി ഗർഭകാലാവധി ഏതാണ്? എഴുതിയല്ലോ അല്ലേ, സിമ്പിൾ അല്ലേ. 278 280 ദിവസം കേട്ടോ. അതാണ് ഉത്തരം. ഇനി 10ാമത്തെ നോക്കൂ. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 10ാമത്തേത് നമുക്ക് നോക്കാം. പ്രസ്താവനകൾ നോക്കാം. ആദ്യത്തേത്, കോശ ശരീരവും മൈലിൻ ഷീത്തും ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. ആദ്യത്തേത്. ഓക്കെ, എ ആണ് കേട്ടോ. ഓപ്ഷൻ 4 ഓപ്ഷനായിട്ടാണ് തന്നിട്ടുള്ളത്. അതിനകത്ത് തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കോശ ശരീരവും മൈലിൻ ഷീത്തും ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഗാംഗ്ലിയോൺ. തലച്ചോറ്, സുഷ്മിന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡികളാണ് പ്രേരക നാഡികൾ. മനുഷ്യനിലെ സുഷ്മിന നാഡികളുടെ എണ്ണമാണ് 12 ജോഡി. ഓക്കെ, അപ്പം 4 എണ്ണം തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് തെറ്റ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് 4 വായിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു, 4 കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കോശ ശരീരവും മൈലിൻ ഷീത്തും ഇല്ലാത്ത നാഡി കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്ന് പറയുന്നുണ്ട്. നോക്കുക. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. കോശ ശരീരവും മൈലിൻ ഷീത്തും ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഭാഗമാണ് ഗാംഗ്ലിയോൺ. തലച്ചോറ്, സുഷ്മിന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാടുകളാണ് പ്രേരക നാഡികൾ. മനുഷ്യനിലെ സുഷ്മിന നാഡികളുടെ എണ്ണം 12 ജോഡി. ഓക്കെ, അപ്പോൾ ഒന്ന് വായിക്കുക. വായിച്ചിട്ട് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, നോക്കുക. കോശ ശരീരവും മൈലിൻ ഷീത്തും ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. ഇനി മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നതല്ലേ ഗാംഗ്ലിയോൺ? അത് ശരിയല്ലേ? ശരിയാണ്. ഇനി നോക്കൂ, തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡികളെ നമുക്ക് പ്രേരക നാഡികൾ എന്ന് വരും. തലച്ചോറിലേക്ക് എത്തിക്കുന്ന സംവേദ നാഡികൾ, അത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതും ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക, മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം 12 ജോഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ തെറ്റ്. കാരണം അത് 31 ജോഡിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന. മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം എത്രയാണ്? 31 ജോഡിയാണ്. ഓക്കെ അല്ലേ. അടുത്ത് നോക്കൂ, എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്? നമ്മൾ കാഴ്ച പരിശോധിക്കുന്നുണ്ടോ അല്ലേ? സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മുടെ കാഴ്ച പരിശോധിക്കുന്നത് അല്ലേ. അപ്പോൾ 9 മീറ്റർ അകലത്തിലാണോ, 6 മീറ്റർ അകലത്തിലാണോ, 3 മീറ്റർ അകലത്തിലാണോ, 1 മീറ്റർ അകലത്തിൽ നിന്നിട്ടാണോ സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്?
ഓക്കൂ, സിമ്പിൾ അല്ലേ? എഴുതിയോ? ഓക്കെ, എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ബി 6 മീറ്റർ അകലത്തിൽ നിന്നിട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. ഓരോ കണ്ണ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വായിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ കണ്ണ് പരിശോധിക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ നമ്മൾ ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങളെ കണ്ണ് പരിശോധിക്കും. അല്ലാതെ പരിശോധിക്കുന്നവർ ലൈനെക്കാട്ടിൽ പരിശോധിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇനി 12 തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനും പറഞ്ഞിട്ടുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയമാണ് ചെവി. ഓക്കെ, ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയമാണ് ചെവി. പ്രാഥമിക രുചികൾ എന്നറിയപ്പെടുന്നത് മധുരം, കയ്പ്, പുളി, ഉപ്പ് എന്നിവയാണ്. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ അനോസ്മിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാറ്റോണിൻ. ഓക്കെ, അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തോളൂ. പോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ടുള്ള ഉത്തരം എഴുതുക. ഓക്കെ, തെറ്റായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. എഴുതിയല്ലോ? നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയമേത്? ഓക്കെ, ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയമാണ് ഇവിടെ ചെവി എന്ന് പറഞ്ഞിട്ടുള്ള ശരിയായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ശരീര നിലനിർത്താൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ നമുക്ക് സെറിബെല്ലം എന്ന് പറയാം, അല്ലേ? ഓക്കെ, ഇത് വന്നിട്ട് ജ്ഞാനേന്ദ്രിയം എന്ന് പറഞ്ഞിട്ട് ചെവി, അത് ശരിയാണ്. പ്രാഥമിക രുചികൾ എന്നറിയപ്പെടുന്നത് ശരിയല്ലേ? മധുരമുണ്ട്, പിന്നെ കയ്പുണ്ട്, പുളിയുണ്ട്, പിന്നെ ഉപ്പുണ്ട്. ഓക്കെ, അപ്പോൾ പ്രാഥമിക രുചികളെല്ലാം തന്നെ ഉണ്ട്. അത് ഇത്രയും കാര്യങ്ങളുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ അനോസ്മിയ എന്ന് പറയുന്നു, അല്ലെ? ഗന്ധം തിരിച്ചറിയാനാവാത്ത അനോസ്മിയ എന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മളോട് തെറ്റായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കുക. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല. അതെന്താണ്? മെലാറ്റോണിൻ അല്ല കേട്ടോ. അത് മെലാനിനാണ്. മെലാനിൻ. ഓക്കെ, മെലാനിൻ ആണ്. സോ ഇവിടെ മെലാറ്റോണിൻ എന്നാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ട് തന്നിട്ടുള്ളത്. മെലാറ്റോണിൻ എന്നായിരുന്നു തന്നത്, മെലാനിൻ ആണ്. മാറിപ്പോകരുത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് 13ലേക്ക് കിടക്കാം. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ABCD എന്ന് പറഞ്ഞിട്ട് ജീവശാസ്ത്രം, ജനിതകശാസ്ത്രം, ക്ലോണിങ്, ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇവിടെ ഗ്രിഗർ മെൻഡൽ, ഹേബർലാൻഡ്, ഇയാൻ വിൽമുട്ട്, അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നോക്കുക, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 4 ഓപ്ഷനുണ്ട്. നിങ്ങൾ എന്തായാലും പോസ് ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഞാൻ ജസ്റ്റ് വായിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് ചേരുംപടി ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ചേരുംപടി ചേർക്കുക. ഓക്കെ, എഴുതിയല്ലോ? ഇനി നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ജീവശാസ്ത്രം, അല്ലേ? ജീവശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇവിടെ പിതാക്കന്മാരാണ് കൊടുത്തിട്ടുള്ളത്, അതറിയാലോ അല്ലേ? ഇവിടെ പിതാക്കന്മാരാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കുക, ജീവശാസ്ത്രം എന്നറിയപ്പെടുന്നത് ഇതിലാരാണ്? ഇവിടെ പിതാക്കന്മാരാണ്. ഇവിടെ ആ ശാസ്ത്രം കൊടുത്തിട്ടുണ്ട്. അവരുടെ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? 4ലേക്ക് നമുക്ക് കൊണ്ടുപോകാം. എ എന്ന് പറയുന്നത് 4ലേക്ക് കൊണ്ടുപോകാം. A4 എന്ന് പറയുന്നത് ഇവിടെ എത്ര ഉണ്ട്? A ഉണ്ട്, B ഇല്ല, C ഇല്ല, C ഉണ്ട്, D ഉണ്ട്, അല്ലേ? അപ്പോൾ ഇത് മാത്രമാണ് നമുക്കിവിടെ ഇല്ലാതെ പോയത്. ബാക്കി 3 എണ്ണം ഉണ്ട്, അല്ലേ? അടുത്ത് നോക്കൂ, ജനിതകശാസ്ത്രം. ജനിതകശാസ്ത്രം എന്ന് പറയുന്നത് അതിൻ്റെ പിതാവ് ആരാണ്? ഗ്രിഗർ മെൻഡൽ അല്ലേ? അപ്പോൾ B എന്ന് പറയുന്നത് 1ലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. B 1ലേക്ക് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ B 1ആയിട്ടുള്ളത് ഏതുണ്ട്? ഇതുണ്ട്. പിന്നെ ഏതാണ്? ഇതില്ല. ഓക്കെ, അപ്പോൾ ഇതില്ല. ഇനി നമുക്ക് ഏതൊക്കെയുള്ളൂ? ഇത് B1 ആണ്, ഇത് B1 ആണ്, അല്ലേ? അപ്പോൾ ഇത് 2 എണ്ണമാണ് ഇനി ഉള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കൂ, ക്ലോണിങ്ങിൻ്റെ പിതാവ് ആരാണ്? ഇയാൻ വിൽമുട്ട് അല്ലേ? ക്ലോണിങ്ങിൻ്റെ പിതാവ്. C എന്ന് പറയുന്നത് 3ലേക്കാണ് കണക്ട് ചെയ്യുന്നത്. C 3ആയിട്ടുള്ള ഏതാണ്? ഇത് C3 ആണോ? അല്ല, ഇതല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇതാണ് C3 ആയിട്ട് ഇതുണ്ട്. ഇനി D എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ ഹേബർലാൻഡ് ആണ്. 2ലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ, ക്ലോണിങ്ങിൻ്റെ പിതാവ് ഇയാൻ വിൽമുട്ട്, ടിഷ്യൂ കൾച്ചർ പിതാവ് ഹേബർലാൻഡ്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായില്ല. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. നമ്മൾ എങ്ങനെയാണത് ഓപ്ഷൻസ് കട്ട് ചെയ്ത് പോയതെന്ന് മനസ്സിലായില്ല. അങ്ങനെ കട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളെല്ലാം കട്ട് ചെയ്യേണ്ടി വന്നു. നോക്കൂ, കൊഴുപ്പ് ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം? വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞിട്ടുള്ള 4 എണ്ണം തന്നിട്ടുണ്ട്. അതിനകത്ത് 1ഉം 2ഉം 2ഉം 3ഉം 1ഉം 4ഉം 3ഉം 4ഉം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പോസ് ചെയ്തോളൂ, പോസ് ചെയ്തിട്ട് നോക്കിക്കോളൂ. ഓക്കെ, ഇനി നമ്മൾ ഉത്തരം നമ്മൾ പറയാനായിട്ട് പോവുകയാണ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം, കൊഴുപ്പിൽ ലയിക്കുന്നതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? കൊഴുപ്പിൽ ലയിക്കുന്നത് നമുക്കറിയാം. ഈ WBC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? W എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. വാട്ടറിൽ ലയിക്കുന്ന വൈറ്റമിൻസുകളാണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും വാട്ടറിൽ ലയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ വിറ്റാമിനും ഏതാണ്? കൊഴുപ്പിലാണ്. ഓക്കെ, കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയാണ്? ബാക്കി A ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, K ഉണ്ട്, ADEK. ഓക്കെ, അപ്പോൾ എ ഇവിടെയുണ്ട്, ബിയും സിയും, പിന്നെന്താണ്? DEK, ADEK, അടക്ക്, അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ KEDA, കേടാണെന്ന് നിങ്ങൾ അങ്ങനെയും പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കൊഴുപ്പ് ശരീരത്തിന് കേടാണെന്ന്, അല്ലേ? KEDA തിരിച്ചെഴുതാം കേട്ടോ. ഇവിടെ ഇപ്പോൾ എഴുതിയ പോലെ തന്നെ നമുക്ക് തിരിച്ചെഴുതി കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. KEDA കണ്ടോ? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കൊഴുപ്പ് ശരീരത്തിന് കേടാണ്. അതുകൊണ്ട് വിറ്റാമിൻ എ ഡി ഇ കെ എന്ന് ഞാൻ ഇങ്ങനെ എഴുതിയതിനെ തിരിച്ചെഴുതിയേ ഉള്ളൂ. നിങ്ങൾക്ക് അത് പഠിക്കാൻ എളുപ്പത്തിന് WBC ഇങ്ങനെയും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഏതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. വൈറ്റമിൻ എ ഏതാണ് കൊഴുപ്പിലല്ലേ ലയിക്കുന്നത്, അപ്പോൾ ഇത് കിട്ടും. ഓക്കെ, അടുത്ത് നോക്കൂ വൈറ്റമിൻ ബി എവിടെയാണ്, വാട്ടറിലാണ്, അപ്പോൾ ഇത് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് സി നോക്കൂ, വൈറ്റമിൻ സി അല്ലേ കൊഴുപ്പിലാണോ, അല്ല ജലത്തിലാണ്. ഇനി വൈറ്റമിൻ ഡി അതാണ് കൊഴുപ്പിലാണ്, അപ്പോൾ ഇത് കിട്ടില്ലേ. അപ്പോൾ 1ഉം 4ഉം ഏതാണ് കൊഴുപ്പിൽ ലയിക്കുന്നവരാണ്, 2ഉം 3ഉം നമുക്ക് ജലത്തിൽ ലയിക്കുന്നവയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയും. എ ഡി അല്ലേ, എ ഡി ഏതിലാണ്, കൊഴുപ്പിലാണ് ലയിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി 14ാമത്തെ ഉത്തരം ഏതൊക്കെയാണ്, 1ഉം 4ഉം കിട്ടണം അല്ലേ. 1ഉം 4ഉം ആണ് വരേണ്ടത്. 1ഉം 4ഉം എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി 1ഉം 4ഉം നമുക്കിവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല, 1ഉം 4ഉം ആണ്. അടുത്തത് ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്, ക്ഷയം, ക്യാൻസർ, ടെറ്റനസ്, പിള്ളവാതം. ഓങ്കോളജി. ഓക്കെ, ഇതൊക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ, എഴുതിക്കോളൂ. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്, ക്ഷയം, ക്യാൻസർ, ടെറ്റനസ്, പിള്ളവാതം. ഏതാണ്, യെസ് ക്യാൻസർ, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇവിടുത്തെ ഉത്തരം 15. ഇനി 16 നോക്കൂ. എന്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്, എന്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്, മർദ്ദം, പ്രകാശം, വായു, താപം. ഏതാണ്, എഴുതും. നിങ്ങൾ ആദ്യം എഴുതിക്കോളൂ, എഴുതിയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. എഴുതിയോ? ഓക്കെ, എഴുതാത്തവർ പോസ് ചെയ്തോളൂ. ഇനി എഴുതിയവർക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. എന്താണ്, നമുക്കറിയാം ശൂന്യാകാശത്ത് എന്തുകൊണ്ട് ശബ്ദം കേൾക്കുന്നില്ല എന്നുള്ളതാണ് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ്, മാധ്യമം ആവശ്യമാണ്. മാധ്യമം ആവശ്യമാണ്. ശൂന്യാകാശത്ത് എന്തില്ല, വായു ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി വായു. എന്തിൻ്റെ അഭാവം, വായുവിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്. അടുത്ത താപനിലയുടെ SI യൂണിറ്റ്, താപനിലയുടെ SI യൂണിറ്റ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ജൂള്, കലോറി, ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ. ഏതാണെന്നുള്ളത് എഴുതിക്കോളൂ. ജൂള്, കലോറി, ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ. ഓക്കെ, താപനിലയുടെ SI യൂണിറ്റ് എന്താണ്, എഴുതിയോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കാം. ഓപ്ഷൻ ഡി കെൽവിനാണ് താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. തെറ്റിക്കരുത്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫ് ആക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം എന്താണ്? ഓക്കെ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫ് ആക്കിയാലും അല്പസമയത്തും കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം എന്താണ്? നിശ്ചല ജഡത്വം, ഘർഷണം, ചലന ജഡത്വം, അഭികേന്ദ്ര ബലം. ഓക്കെ, ഇതിലെന്താണെന്നുള്ളത് എഴുതുക. ഓക്കെ, ഇത് മിക്ക പരീക്ഷകളിലും ഉണ്ടാകുന്നൊരു ചോദ്യമാണ് കേട്ടോ. നിശ്ചല ജഡത്വം, ഘർഷണം, ചലന ജഡത്വം, അഭികേന്ദ്ര ബലം. ഏതാണ്, എഴുതിയല്ലോ അല്ലേ. നമുക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ അല്ലേ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ പറഞ്ഞാൽ അത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഫാനാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, അതിനെയാണ് നമ്മൾ ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അത് ഓഫാക്കിയാൽ അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കും, ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം ചലിക്കുകയാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഓഫാക്കിയത്, ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചലന ജഡത്വം, ഓപ്ഷൻ സി. ഓക്കെ, ചലിച്ചുകൊണ്ടിരിക്കുന്നു, ചലന ജഡത്വം. ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേറൊരു ചോദ്യം കൂടെ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഈസിയാവും. അപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുക, അത് ആദ്യം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, അത് ഓഫാക്കിയാലും കുറച്ചുകൂടി കറങ്ങുന്നു, അതിന് കാരണം ചലന ജഡത്വം. ഇങ്ങനെ മനസ്സിലാക്കി വെക്കും. അപ്പോൾ തെറ്റില്ല. ഇതൊരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നിശ്ചല ജഡത്വം നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. 19. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? തറയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? 10 ജൂള്, 9.8 ജൂള്, 0, 16 ജൂള്. ഓക്കെ, ഏതൊക്കെയാണ്? 10 ജൂള്, 9.8 ജൂള്, 0, 16 ജൂള്. എന്താണ്? തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജമാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? 10 ജൂളാണോ, 9.8 ജൂളാണോ, അതല്ലെങ്കിൽ 0 ആണോ, 16 ജൂളാണോ എന്നുള്ളത് എന്ത് ചെയ്യാം, എഴുതുക. എഴുതിയോ? ഓക്കെ, അപ്പോൾ തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം, 0 ആയിരിക്കും. ഇനി 20. മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? മഞ്ഞ, പച്ച, ചുവപ്പ്, നീല. ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? എഴുതിയോ? പെട്ടെന്ന് എഴുതിക്കോളൂ, സിമ്പിൾ അല്ലേ. മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ മഞ്ഞപ്പൂവ് ഏത് നിറത്തിൽ കാണപ്പെടുള്ളൂ? ചുവപ്പ് നിറത്തിലേ കാണപ്പെടുള്ളൂ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം, ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത് നോക്കൂ. പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ 1/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ 1/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ. ഏതാണ്? ഓക്സിജൻ ആണോ, കാർബൺ ആണോ, നൈട്രജൻ ആണോ, ഹൈഡ്രജൻ ആണോ? എഴുതിക്കോളൂ. എഴുതിയോ? ഓക്കെ, അപ്പോൾ പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ 1/4 ഭാഗവും അടങ്ങിയിരിക്കുന്നത് ഏതിലാണ്? നോക്കൂ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള എന്താണ്? ഹൈഡ്രജൻ അല്ലേ. ഹൈഡ്രജൻ. നിങ്ങൾ അങ്ങനെ പഠിച്ചാലും മതി. ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത് നോക്കൂ. ഹൈഡ്രജൻ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണ്? അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഹൈഡ്രജൻ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണ്? ഉയർന്ന കലോറിഫിക് മൂല്യം, ലഭ്യതക്കുറവ്, ഏറ്റവും ചെറിയ ആറ്റം, സ്ഫോടന സാധ്യത. എന്തായിരിക്കും? നിങ്ങൾ ആദ്യം ഉത്തരം എഴുതും, എന്നിട്ട് നോക്കാം, നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. നമ്മൾ എഴുതാം. ഓക്കെ, ഹൈഡ്രജൻ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല. കാരണം ഉയർന്ന കലോറിഫിക് മൂല്യമാണോ, ലഭ്യത കുറവാണോ, ഏറ്റവും ചെറിയ ആറ്റമാണോ, സ്ഫോടന സാധ്യതയാണോ? ഏതാണ്?
എഴുതിയോ? ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ കാരണം? സ്ഫോടന സാധ്യതയാണ് അതിന് കാരണം. ഓക്കെ, 22ാമത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത പാലിൻ്റെ pH മൂല്യം എത്രയാണ്? പാലിൻ്റെ pH മൂല്യം എത്രയാണ്? pH മൂല്യങ്ങളൊക്കെ നമുക്ക് മെയിനായിട്ട് പഠിക്കാൻ കേട്ടോ. 6.3 ആണോ, 6.6 ആണോ, 7.6 ആണോ, 7.4 ആണോ? പാലിൻ്റെ pH മൂല്യം എത്രയാണ്? 6.6 അല്ലേ? എഴുതിയല്ലോ അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി 6.6 ആണ് പാലിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത്. അടുത്ത് പ്രസ്താവനകൾ വായിച്ചിട്ട് വ്യക്തിയെ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസ്താവനകൾ വായിച്ചിട്ട് വ്യക്തിയെ തിരിച്ചറിയുക. 1627 അയർലാൻഡിൽ ജനനം. 1627 അയർലാൻഡിൽ ജനനം. മൂലകത്തിന് ആദ്യമായിട്ട് നിർവചനം നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. പിന്നെയോ സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന കൃതി രചിച്ചു എന്ന് പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, 1627 അയർലാൻഡിൽ ജനനം. മൂലകത്തിന് ആദ്യമായിട്ട് നിർവചനം നൽകിയ വ്യക്തി സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന കൃതി രചിച്ചു. ലാവോസിയർ, റോബർട്ട് ബോയിൽ, ലിനസ് പോളിംഗ്, ഏണസ്റ്റ് റുദർഫോർഡ്. അപ്പോൾ ഈ പ്രസ്താവനകൾ വായിക്കുക. നിങ്ങൾ പ്രസ്താവന വായിച്ചിട്ട് അതിൽ പറയുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, എഴുതിയല്ലോ, ആരായിരിക്കും? നമുക്ക് 1627 അയർലാൻഡിൽ ജനനം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് വായിച്ചാൽ നിങ്ങൾ ആ എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും ജനനവും എവിടെ സ്ഥലം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നോക്കൂ, രണ്ടാമത് നോക്കൂ, മൂലകത്തിന് ആദ്യമായിട്ട് നിർവചനം നൽകിയ വ്യക്തിയില്ലേ. അതുപോലെ തന്നെ സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൃതി രചിച്ചു. അതും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നില്ല, അത് അത്ര ഫേമസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചിലപ്പോൾ അത് വായിച്ചിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ മൂലകത്തിന് ആദ്യമായിട്ട് നിർവചനം നൽകിയെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓപ്ഷൻ ബി റോബർട്ട് ബോയിലാണ് ഉത്തരം. ഓക്കെ, ആരെക്കുറിച്ചിട്ടാണ് പറയുന്നത്? റോബർട്ട് ബോയിൽ. അടുത്ത് നോക്കൂ, തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. മെർക്കുറി മീനബാധ രോഗം, കോപ്പർ വിൽസൺസ് രോഗം, സിലിക്കൺ സിലിക്കോസിസ്, കാഡ്മിയം പ്ലംബിസം. എന്താണിത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്? അതായത് മൂലകങ്ങളും അവയുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, മൂലകങ്ങളും അവയുടെ ആധിക്യം മൂലമുള്ള രോഗങ്ങളും. ഇതിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ നോക്കുക, വായിക്കുക, എന്നിട്ട് നോക്കുക. മെർക്കുറി മീനബാധ രോഗം, കോപ്പർ വിൽസൺസ് രോഗം, സിലിക്കൺ സിലിക്കോസിസ്, കാഡ്മിയം പ്ലംബിസം. ഓക്കെ, ഇതിനകത്ത് ശരിയും തെറ്റും നമുക്ക് നോക്കണ്ടേ? നോക്കുക, ശരിയും തെറ്റും നോക്കുകയെന്നുണ്ടെങ്കിൽ മെർക്കുറി മീനബാധ രോഗം, മെർക്കുറിയുടെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമല്ലേ മീനബാധ രോഗം, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കോളൂ. അടുത്ത് നോക്കൂ, കോപ്പർ വിൽസൺസ് രോഗം അല്ലേ. കോപ്പർ വിൽസൺസ് രോഗം ശരിയായിട്ടുള്ള കാര്യമല്ലേ? ശരിയാണ്. ഇനി സിലിക്കൺ സിലിക്കോസിസ്, അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ശരിയാണെന്ന്. ഇനി കാഡ്മിയം എന്ന് പറയുന്നത് എന്താണ്? പ്ലംബിസം എന്ന് പറയുന്നുണ്ടല്ലോ. കാഡ്മിയം പ്ലംബിസം എന്ന് പറയുന്നുണ്ട് അല്ലോ. കാഡ്മിയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളൂ. കാഡ്മിയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇതായി. ഓക്കെ, ഇതായി എന്ന് പറയുന്ന ഒരു അസുഖമാണ്, ഇത് രോഗമാണ്, കാഡ്മിയത്തിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നത്. എങ്കിൽ ഈ പ്ലംബിസം കിടക്കുന്നുണ്ടല്ലോ. ഈ പ്ലംബിസം എന്ന് പറയുന്നത് ലെഡ്. ഓക്കെ, ലെഡിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നതാണ് പ്ലംബിസം. എന്നാൽ കാഡ്മിയം എന്ന് പറയുന്നത് ഇതായി അതൊന്ന് പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇവിടുത്തെ ശരി ഉത്തരം. കാഡ്മിയം പ്ലംബിസം എന്ന് പറയുന്നതാണ് തെറ്റ്. കാഡ്മിയം ഇതായും പ്ലംബിസം എന്ന് പറയുന്നത് ലെഡിൻ്റെ ആധിക്യം മൂലമുള്ളതാണ് പ്ലംബിസം. ഓക്കെ, 26 നോക്കൂ. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ജീവികൾ അറിയപ്പെടുന്ന പേര്. ജൈവാവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ജീവികൾ അറിയപ്പെടുന്ന പേര്. പരാതങ്ങൾ, ഉൽപാദകർ, വിഘാടകർ, ഉപഭോക്താക്കൾ. ഓക്കെ, ആരാണ്? പരാതങ്ങൾ, ഉൽപാദകർ, വിഘാടകർ, ഉപഭോക്താക്കൾ ആരാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ജീവികൾ അറിയപ്പെടുന്നത്. എഴുതിയോ? സിമ്പിൾ അല്ലേ? ആരാണ്? അല്ലേ, വിഘടിപ്പിച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടില്ലേ? ഉത്തരം കിട്ടും, വിഘാടകരാണ് 26ാമത്തെ ഉത്തരം. അടുത്ത നോക്കി 27. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം. അംശിക സ്വേദനം, ഉത്പാദനം, സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ, ഏതാണെന്ന് നോക്കൂ, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കൂ. ഏതാണ്? മിശ്രിതങ്ങൾ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? അത് അംശിക സ്വേദനമാണ്. അടുത്ത് നോക്കൂ, ട്യൂബ്ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ ഏതാണ്? ട്യൂബ്ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ ഏതാണ്? ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ്, ഗാമാ കിരണം, ആൽഫാ കിരണം. ഏതാണ്? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ട്യൂബ്ലൈറ്റിനുള്ളിലെ പ്രകാശകിരണം എഴുതിയിട്ടുണ്ടെന്ന് പ്രത്യാശിക്കുന്നു. ട്യൂബ്ലൈറ്റിനുള്ളിലെ പ്രകാശകിരണമാണ് അൾട്രാ വയലറ്റ്. ഓപ്ഷൻ ബി ആണ്, അൾട്രാ വയലറ്റ് ആണ്. അടുത്ത 29. നിർത്തിയിട്ടിരിക്കുന്ന ബസ് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പുറകോട്ട് വീഴുന്നത് എന്തിന് ഉദാഹരണമാണ്? ഓക്കെ, നിർത്തിയിട്ടിരിക്കുന്ന ബസ് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിറകോട്ട് വീഴുന്നത് എന്തിന് ഉദാഹരണമാണ്? നിശ്ചല ജഡത്വം, ചലന ജഡത്വം രണ്ടും ഒരുമിച്ച് ഇവയൊന്നുമല്ല. ഓക്കെ, നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണോ, ചലന ജഡത്വത്തിന് ഉദാഹരണമോ, അല്ലെങ്കിൽ രണ്ടും നിശ്ചല ജഡത്വവും ചലന ജഡത്വവും കൂടി ചേർന്നിട്ടുള്ളതാണോ അതിനുള്ള ഉദാഹരണമാണോ, അല്ലെങ്കിൽ ഇവയൊന്നുമല്ല? ഏതാണ്? നോക്കുക, ബസ് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് അല്ലേ, ചലിക്കാതെ കിടക്കുകയാണ് അല്ലേ, നിശ്ചലമായിട്ട് കിടക്കുകയാണ്, നിശ്ചല ജഡത്വം.
ഓപ്ഷൻ എ ആണ് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം. ഇത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. മറ്റത് ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു, നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ കറങ്ങുന്നു, ചലന ജഡത്വം. ബസ് നിർത്തിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മൾ പുറകോട്ട് പോകുന്നു, നിശ്ചല ജഡത്വം. ബസ് അവിടെ നിൽക്കുകയല്ലേ, നിശ്ചലമല്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, നിശ്ചല ജഡത്വമാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 30. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ അറിയപ്പെടുന്നത് നേർരേഖാ ദോലനം, അതല്ലെങ്കിൽ കമ്പനം, ആവൃത്തി, ചലനം. ഓക്കെ, അതായത് ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ അറിയപ്പെടുന്നത് നേർരേഖാ ദോലനം, കമ്പനം, ആവൃത്തി, ചലനം. എന്താണ് ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ അറിയപ്പെടുന്നത്? എഴുതിക്കോളൂ. നിർരേഖാ ദോലനമാണോ, കമ്പനമാണോ, ആവൃത്തിയാണോ, ചലനമാണോ? എഴുതിയോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? നോക്കുക, ഓപ്ഷൻ ബി കമ്പനമാണ്. കാരണം ദോലനം നമ്മൾ ഊഞ്ഞാലിൻ്റെ അല്ലെങ്കിൽ ക്ലോക്കിലെ പെൻഡിലൊക്കെ ദോലനമല്ലേ. ഇത് ദ്രുതഗതിയിൽ പറഞ്ഞാൽ സ്പീഡിലാകുമ്പോൾ എന്താണ്, ആ ഒരു വൈബ്രേഷൻ അല്ലേ, കമ്പനമാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി കമ്പനാണ് ഇവിടെ ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മൾ 30 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ 30 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു എക്സാം എഴുതിയിട്ട് സയൻസിൻ്റെ എക്സാം അതിനകത്ത് നമ്മൾ ടോപ്പിക് വൈസ് ആട്ടോ, ഓരോ ഭാഗത്തു നിന്ന് ഓരോ ക്വസ്റ്റ്യൻ വീതമൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ സയൻസിൻ്റെ ഭാഗങ്ങളായാലും എല്ലാം മിക്സഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക്, 30 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതുക. അതുപോലെ തന്നെ നമ്മൾ മാരത്തോൺ ആയിട്ട് നമ്മൾ ഇതേ ഒരുപാട്, അതായത് നമ്മൾ ഒരു ഏകദേശം 300 ചില്ലാൻ ക്ലാസ്സുകൾ LPUP മാരത്തോൺ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം എക്സാമിൻ്റെ സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഇട്ട് തരുന്നതിനെക്കാട്ടും നല്ലതാണ് ആദ്യം മുതൽ അങ്ങനെ കുറച്ച് പഠിച്ച് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ആദ്യം മുതലേ മാരത്തോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങി. ഏകദേശം 320ൻ്റെ അടുത്ത് നമ്മൾ ക്ലാസ്സുകൾ എത്തിയിട്ടുണ്ട്. 300, അതെ, അത്രയും എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഈ ക്ലാസ്സുകൾ, കാണാത്ത ക്ലാസ്സുകൾ, മുൻപുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്, മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കുക. എന്തായാലും നിങ്ങളുടെ മാർക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക. നല്ല രീതിയിൽ UP എക്സാം എഴുതാൻ പോകുന്നൊരു സമാധാനത്തോട് കൂടിയിട്ട് മനസ്സ് എന്താണ്, ടെൻഷൻ ഇല്ലാതെ പോയിട്ട്, എപ്പോഴും എല്ലാ ക്ലാസ്സിലും ഞാൻ അത് തന്നെയാണ് പറയുന്നത്, ടെൻഷൻ ഇല്ലാതെ ചിരിച്ച മുഖത്തോടുകൂടി സന്തോഷത്തോടു കൂടി പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് അതേ ചിരിച്ച മുഖത്തോടു കൂടി വേണം നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി വരിക. അതായത് നിങ്ങളുടെ ആ പരീക്ഷ നിങ്ങൾക്ക് അത്രത്തോളം സിമ്പിളാവട്ടെ എന്ന് മനസ്സുകൊണ്ട് ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പരീക്ഷ നല്ല രീതിയിൽ എഴുതുക. നിങ്ങളുടെ മാർക്ക് ഇപ്പോഴത്തെ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. എന്തായാലും UP എക്സാം നല്ല രീതിയിൽ എഴുതുക. മറ്റൊരു ക്ലാസ്സായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.